ഖുർആൻ എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ ഓതുന്ന അതിന്റെ ആളുകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് പരിശുദ്ധമായ ഖുർആൻ ശുപാർശയുമായി കൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ പരിശുദ്ധമായ ഖുർആൻ വരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഖുർആൻ നമുക്കറിയാം. പരലോകത്ത് പ്രവാചകന്മാരടക്കം എന്റെ കാര്യം തന്നെ ഞാൻ അങ്കലാപ്പിലാണെന്ന് പറഞ്ഞ് പ്രവാചകന്മാർ പോലും വിചാരണയെ ഭയപ്പെടുന്ന ആ ഒരു ദിവസത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സ്വഹിബതിഹി വ ബനി. എല്ലാവരും പരസ്പരം ഓടിയകലുന്ന ഒരു ദിവസം. യൗമ ലാ തൻഫഉ മാലും വലാ ബനൂൻ. സ്വന്തം ബാപ്പയും സ്വന്തം കുടുംബക്കാരും സ്വന്തം മക്കളും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തും നമ്മൾ നേടിയെടുത്ത ഡിഗ്രികളും നമ്മൾ നേടിയെടുത്ത സർട്ടിഫിക്കേഷനുകളും ഒന്നും തന്നെ ഉപകാരമില്ലാത്ത, ബാപ്പയിൽ നിന്ന് മക്കൾ ഓടിയകലുന്ന, മക്കളിൽ നിന്ന് ബാപ്പ ഓടിയകലുന്ന ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ തങ്ങളുടെ കൂടെ ഏത് പ്രശ്നങ്ങളും നേരിടാൻ, ഏത് പ്രയാസങ്ങളും തങ്ങൾക്ക് തണലായിക്കൊണ്ട് തങ്ങളുടെ കൂടെ നിൽക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പോലും വകവെക്കാതെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തകരുമ്പോ, എല്ലാ വിഷമങ്ങളും നേരിടുമ്പോ സഹായത്തിന്റെ സമാധാനത്തിന്റെ വാക്കുകളുമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഉറ്റ സുഹൃത്തുക്കൾ പോലുമില്ലാതെ യൗമ യഫിറുൽ മർഉ മിൻ അഖി, എല്ലാവരും ഓടിയകലുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ആ ദിവസത്തിൽ നിങ്ങൾ ഖുർആൻ ഓതിയവരാണെങ്കിൽ ആ ഖുർആൻ നിങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബിന്റെ അടുക്കൽ ശുപാർശയുമായി കടന്നു വരും എന്ന് പഠിപ്പിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ സ്നേഹം നിറഞ്ഞ എംഎസ്എമ്മിൻ്റെ സയൻസ് വിദ്യാർത്ഥി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹനിധികളായ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഇവിടെ എനിക്ക് സംസാരിക്കുവാൻ ലഭിച്ച വിഷയം പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഖുർആൻ നമുക്ക് ഇറക്കി തന്നത് എന്നൊരു ചോദ്യം, അതല്ലെങ്കിൽ ഖുർആനിന്റെ അധ്യാപനങ്ങൾ എന്തിനാണ് നമുക്ക് എന്ന് ചോദിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ 38-ാമത്തെ അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വിശുദ്ധ ഖുർആനിനെ മാനവരാശിക്ക് വേണ്ടി നാം ഇറക്കി തന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതുവാനും വിശുദ്ധ ഖുർആനിന്റെ ദൈവികതയെ ബോധ്യപ്പെടുവാനും അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് അറിയുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അനുഗ്രഹമായി കൊണ്ട് നമുക്ക് ഇറക്കി തന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മനസ്സിലാക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ നമുക്ക് ഇറക്കി തന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു 38-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വചനത്തിൽ അല്ലാഹു വളരെ കൃത്യമായി പറയാ, കിതാബുൻ അൻസൽനാഹു ഇലൈക്. ഈ വിശുദ്ധമായ ഖുർആൻ റസൂലെ നിങ്ങളിലേക്ക് നാം ഇറക്കി തന്നിട്ടുണ്ട്. ഏതാണ് ഗ്രന്ഥം? മുബാറക്കും, അനുഗ്രഹീതമായ, ബറക്കത്തുള്ള, അനുഗ്രഹപൂർണമായ ഒരു ഗ്രന്ഥമാണ് റസൂലെ നിങ്ങൾക്ക് ഇറക്കി തന്നത്. ലിയദബ്ബറു ആയാതിഹി വയതദക്കറു ഉലുൽ അൽബാബ്. ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് നിങ്ങളെ പരസ്പരം സംസ്കരിക്കുവാനും അതേപോലെ തന്നെ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചുകൊണ്ട് സത്യങ്ങളെ മനസ്സിലാക്കാനുമുള്ള ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാൻ. ആ ഖുർആനാണ് നമ്മുടെ കൈകളിലുള്ളത്. വിശുദ്ധ ഖുർആന്റെ ധാരാളം ആയത്തുകൾ, ആ ആയത്തുകളിലൊക്കെ നമ്മൾ സഞ്ചരിച്ചു നോക്കിയാൽ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന, ആകാശത്തിന്റെ ഘടനകളെ കുറിച്ച് സംസാരിക്കുന്ന, നമുക്കൊക്കെ പരിചിതമായ സൂറത്തുൽ മുൽക്ക്. ആ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറയാ, വലഖദ് സയ്യന്ന സമാ ദുനിയ ബിമസ്വാബിഹ്. മനുഷ്യരെ, നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കുക. നമ്മൾ ഈ കാണുന്ന ഒന്നാം ആകാശമുണ്ടല്ലോ,
സമാഉദ്ദുനിയ എന്ന് വിശുദ്ധ ഖുർആൻ പേരിട്ട് വിളിച്ച ഒന്നാമത്തെ ആകാശം, ആ ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു. എങ്ങനെ? ബിമസ്വാബിഹ്, നക്ഷത്രങ്ങളെ കൊണ്ട്, വിളക്കുകളെ കൊണ്ട്, സൂര്യനെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടും തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ കൊണ്ടും ഈ ഒന്നാം ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് വേണ്ടിയിട്ട് ഭംഗിയാക്കി അലങ്കരിച്ചു തന്നിരിക്കുന്നു എന്ന് അല്ലാഹ് പറഞ്ഞു. സമുദ്രത്തെക്കുറിച്ച്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നമ്മളൊക്കെ മരുഭൂമിയുടെ കപ്പൽ എന്ന് പേരിട്ട് വിളിച്ച ഒട്ടകങ്ങളെ കുറിച്ച്, ആകാശത്തിന്റെ സംവിധാനത്തെക്കുറിച്ച്, ഭൂമിയുടെ ഘടനയെക്കുറിച്ച്, രാവിന്റെയും പകലിന്റെയും മാറ്റിമറിയലുകളെ കുറിച്ച്, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ശാസ്ത്രീയ സത്യങ്ങളും ഒട്ടനവധി അത്ഭുതങ്ങളും പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ആ പരിശുദ്ധമായ ഖുർആൻ മുന്നിട്ട് നൽകുന്ന, നിങ്ങൾക്ക് വെച്ച് നൽകിയിട്ടുള്ള ഈ ദൃഷ്ടാന്തങ്ങൾ, അതിലൂടെ ചിന്തിക്കുന്നവർക്ക്, കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ, ആയത്തുകൾ പരിശോധിക്കുമ്പോൾ ധാരാളം ആയത്തുകളുടെ അവസാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബുദ്ധിയുള്ളവർക്ക് അത് ദൃഷ്ടാന്തങ്ങളുണ്ട്. അഫലാ തതദക്കറൂൻ, എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? അഫലാ തതദബ്ബറൂൻ അഫലാ തഅഖിലൂൻ. ഒരുപാട് ചോദ്യങ്ങൾ, വിശുദ്ധ ഖുർആന്റെ ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ബൃഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, മനുഷ്യന്റെ ചിന്തയെ ചിന്തിപ്പിക്കുന്ന, മനുഷ്യന്റെ ചിന്തയെ ഉണർത്തുന്ന, മനുഷ്യന്റെ ദൈവത്തിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ അനുഗ്രഹമാക്കപ്പെട്ട ദിക്റിലൂടെ, ഉത്ബോധനത്തിലൂടെ, പ്രകാശത്തിലൂടെ, ഫുർഖാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി എന്താണ് ആ ഖുർആൻ പഠിച്ചാലുള്ള മെച്ചം? നമ്മൾക്ക് സാധാരണ കേൾക്കലുണ്ട്, മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മുടെയൊക്കെ ചിന്തകളിൽ, അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കയറിക്കൂടിയ ചില ഹദീസുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ, ആരെങ്കിലും അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഹർഫ് വായിച്ചാൽ, ഒരു അക്ഷരം വായിച്ചാൽ, പ്രവാചകൻ പറഞ്ഞു, ഫലഹു ഹസന, അവനൊരു നന്മ രേഖപ്പെടുത്തും. ആ നന്മയുടെ പ്രത്യേകത എന്താണ്? വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഒരു നന്മ എന്ന് പറഞ്ഞാൽ 10 നന്മകൾക്ക് തുല്യമായ, 10 നന്മകൾക്ക് സമാനമായ ഒരു നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കും. എന്നിട്ട് പ്രവാചകൻ പറയാൻ, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം ഒരു ഹർഫാണ് എന്ന് മനുഷ്യരെ, മുസ്ലിങ്ങളെ, ഞാൻ പറയുകയില്ല. വലാകിന്ന അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, എന്നാൽ അലിഫ് ലാം മീം എന്ന വിശുദ്ധ ഖുർആനിലെ നമുക്കേവർക്കും മനപ്പാടമുള്ള ഒരു ചെറിയ അക്ഷരം നമ്മൾ വായിക്കുമ്പോൾ അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അഥവാ അലിഫ് ലാം മീം എന്ന ഏറ്റവും ചെറിയ വാചകം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഒരു ഹർഫിന് 10 പ്രതിഫലം വെച്ച് 30 പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അക്കൗണ്ടിൽ, നന്മയുടെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മാത്രമല്ല പ്രവാചകൻ പറയാണ്, ഇഖ്റഊ അൽ ഖുർആൻ, മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങളെ ഖുർആൻ ഓതണം കേട്ടോ. എന്തേ കാരണം എന്നറിയോ? ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ ഓതുന്ന അതിന്റെ ആളുകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് പരിശുദ്ധമായ ഖുർആൻ ശുപാർശയുമായി കൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ പരിശുദ്ധമായ ഖുർആൻ വരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഖുർആൻ, നമുക്കറിയാം പരലോകത്ത് പ്രവാചകന്മാരടക്കം എൻ്റെ കാര്യം തന്നെ ഞാൻ അങ്കലാപ്പിലാണെന്ന് പറഞ്ഞ് പ്രവാചകന്മാർ പോലും വിചാരണയെ ഭയപ്പെടുന്ന ആ ഒരു ദിവസത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സ്വഹിബതിഹി വ ബനി, എല്ലാവരും പരസ്പരം ഓടിയകലുന്ന ഒരു ദിവസം. യൗമ ലാ തൻഫഉ മാലും വലാ ബനൂൻ, സ്വന്തം ബാപ്പയും സ്വന്തം കുടുംബക്കാരും സ്വന്തം മക്കളും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തും നമ്മൾ നേടിയെടുത്ത ഡിഗ്രികളും നമ്മൾ നേടിയെടുത്ത സർട്ടിഫിക്കേഷനുകളും ഒന്നും തന്നെ ഉപകാരമില്ലാത്ത, ബാപ്പയിൽ നിന്ന് മക്കൾ ഓടിയകലുന്ന, മക്കളിൽ നിന്ന് ബാപ്പ ഓടിയകലുന്ന ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ തങ്ങളുടെ കൂടെ ഏത് പ്രശ്നങ്ങളും നേരിടാൻ, ഏത് പ്രയാസങ്ങളും തങ്ങൾക്ക് തണലായിക്കൊണ്ട്
തങ്ങളുടെ കൂടെ നിൽക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പോലും വകവെക്കാതെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തകരുമ്പോ, എല്ലാ വിഷമങ്ങളും നേരിടുമ്പോ സഹായത്തിന്റെ സമാധാനത്തിന്റെ വാക്കുകളുമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഉറ്റ സുഹൃത്തുക്കൾ പോലുമില്ലാതെ യൗമ യഫിറുൽ മർഉ മിൻ അഖി, എല്ലാവരും ഓടിയകലുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ആ ദിവസത്തിൽ നിങ്ങൾ ഖുർആൻ ഓതിയവരാണെങ്കിൽ ആ ഖുർആൻ നിങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബിന്റെ അടുക്കൽ ശുപാർശയുമായി കടന്നു വരും എന്ന് പഠിപ്പിച്ചു. യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, ഖുർആനിന്റെ ആളുകൾക്ക് ശുപാർശയുമായി കൊണ്ട് അള്ളാഹിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും ഖുർആൻ. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, മനുഷ്യരെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരാരാ, മാൻകൈൻഡ് എന്ന് വിളിച്ചുകൊണ്ട് റസൂൽ പറയാൻ, മനുഷ്യരെ നിങ്ങളുടെ കൂട്ടത്തിൽ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാരോ, ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കുക, ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കുക, ഖുർആൻ പാരായണ ശാസ്ത്രം പഠിക്കുക, തജ്വീദുകൾ പഠിക്കുക, തഫ്സീറുകൾ പഠിക്കുക, അങ്ങനെയുള്ള ആളുകൾ ആരാണോ, അത് പഠിപ്പിച്ചു കൊടുക്കുന്നവരാരാണോ, അവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. നോക്ക് നിങ്ങൾ, ആ അത്ഭുതങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ ജീവിതത്തിലെ ഏത് കാലഘട്ടത്തിലേക്കും ചേർത്ത് വെക്കാൻ കഴിയുന്ന, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്താവുന്ന, ഏത് സാഹചര്യത്തിലും ഏത് കാലഘട്ടവുമായി ഏത് ശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ ചില വചനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വളരെ അനുയോജ്യമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ സയൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഒരു വേള ലോകം കണ്ട ഏറ്റവും വലിയ മാമാങ്കമാകുന്ന ലോക ഫുട്ബോൾ വേൾഡ് കപ്പിൽ പോലും ഡിസ്ക്രിമിനേഷൻ എന്ന പേരിൽ പരസ്പരമുള്ള വർണ്ണവിവേചനവും ജാതിയുടെയും മതത്തിന്റെയും സംസാരിക്കുന്ന ഭാഷയുടെയും അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും ജീവിത രീതിയുടെയും പേരിൽ ആളുകളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾ ഒരു സമയത്ത് ഒരു ഭാഗത്തുകൂടെ ശക്തി പ്രാപിച്ചു വരുമ്പോ പരിശുദ്ധമായ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം 17-ാമത്തെ അധ്യായത്തിലെ 70-ാമത്തെ വചനം, സൂറത്തുൽ ഇസ്രായിന്റെ 70-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാ, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മകനായിക്കൊണ്ട് ആദമിന്റെ മക്കളായിക്കൊണ്ട് സന്താനമായിക്കൊണ്ട് ഈ ലോകത്ത് ജനിച്ചു വീണ സകല മനുഷ്യരെയും, ഇന്ത്യക്കാരെ, അമേരിക്കക്കാരെ, പാകിസ്ഥാനികളെ, ആഫ്രിക്കക്കാരെ, ഏഷ്യക്കാരെ, യൂറോപ്യരെ, വെളുത്തവരെ, കറുത്തവരെ, തടിച്ചവരെ, മെലിഞ്ഞവരെ, നീളമുള്ളവരെ, ഇല്ലാത്തവരെ, ഹാൻഡിക്യാപ്ഡായ ആളുകളെ, മനോവൈകല്യമുള്ളവരെ, ഇതൊന്നുമില്ലാത്തവരെ, സമ്പത്തുള്ളവരെ, സമ്പത്തില്ലാത്തവരെ, എല്ലാവരെയും ആദരിച്ചിരിക്കുന്നു എന്ന വലിയ തുല്യതയുടെ പാഠം അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. യാ യുഹന്നാസ്, ഹേ മനുഷ്യരെ, ലോകത്തുള്ള സകല മനുഷ്യരെയും 880-ലധികം കോടി വരുന്ന ഈ മനുഷ്യ സമൂഹത്തെ അല്ലാഹു അഭിസംബോധന ചെയ്തു. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും മനുഷ്യരെ നിങ്ങളെ നാം സൃഷ്ടിച്ചു. വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളായി, വ്യത്യസ്ത വിഭാഗങ്ങളായി, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരായി, വ്യത്യസ്ത വസ്ത്രധാരണ രീതികളുള്ളവരായി, വ്യത്യസ്ത ജീവിത രീതികളുള്ളായി മനുഷ്യരെ നിങ്ങളെ മാറ്റിയത് ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയപ്പെടാൻ. എവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇത്രമേൽ വലിയ സമത്വത്തിന്റെ, ഇത്ര വലിയ തുല്യതയുടെ പാഠം? ഇസ്ലാമല്ലാതെ വേറെ ഏത് കിതാബുകളില, വേറെ ഏത് പുസ്തകങ്ങളില, വേറെ ഏത് ഗ്രന്ഥങ്ങളില നമുക്ക് കാണാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം, പരിശുദ്ധമായ ഖുർആൻ ഇന്നത്തെ ക്യാമ്പസ് ഇടങ്ങളിൽ, ഇന്നത്തെ ക്യാമ്പസ് സ്ഥലങ്ങളിൽ ഇസ്ലാമിനെയും മതങ്ങളെയും ഇസ്ലാമിന്റെ ആശയങ്ങളെയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെയും ഇസ്ലാം പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിനെയും അതിന്റെ ആയത്തുകളെയും ഹദീസുകളെയും മാറ്റി നിർത്താൻ ആവശ്യപ്പെടുന്ന പുതിയ തലമുറക്ക് മുമ്പിൽ അഭിമാനത്തോടു കൂടെ പറയാൻ നമുക്ക് സാധിക്കണം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഗ്രന്ഥമാകുന്ന ഖുർആൻ ലോകത്തേത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും മനുഷ്യന് സമാധാനം നൽകുന്ന, മനുഷ്യന് ശാന്തി നൽകുന്ന, ഉറ്റാലോചിക്കുന്നവർക്ക് ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടെത്താൻ സാധിക്കുന്ന അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്
ദൈവത്തിന്റെ ദിവ്യ സന്ദേശത്തിന്റെ ഭാഗമായിക്കൊണ്ട് അല്ലാഹ് ഇറക്കി കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ പ്രവാചകന്മാർ എങ്ങനെയാണ്, അതല്ലെങ്കിൽ സ്വഹാബത്ത് എങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആനിനെ സമീപിച്ചത് എന്ന് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു നിസാഇന്റെ ഒരായത്ത് പ്രവാചകൻ ഒരു സ്വഹാബിയെ വിളിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, എനിക്ക് വേണ്ടി നിങ്ങളെ ഖുർആൻ ഓതി തരണം. ആ സ്വഹാബി ചോദിച്ചു, റസൂലേ, ഖുർആൻ അങ്ങേക്കിറങ്ങിയ ഗ്രന്ഥമല്ലേ, നിങ്ങൾക്ക് ഞാൻ ഖുർആൻ ഓതി തരണോ റസൂലേ എന്ന് ചോദിക്കുമ്പോ ആ പ്രവാചകൻ പറയാണ്, എന്റെ വായിൽ നിന്നല്ലാതെ, എന്റെ ഖിറാഅത്തല്ലാതെ മറ്റൊരു ഖിറാഅത്ത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസാ ആ സ്വഹാബി അങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. ഓതി അവസാനം ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅ്നാ ബിക അലാ ഹൗലാഹി ഷഹീദാ എന്ന് പറയുന്ന ആയത്തെത്തിയപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുഖം മണ്ണിൽ ചെരിച്ചു കിടത്തിയിട്ട് പ്രവാചകൻ കരയുന്നത് കാണുന്ന ആ സഹാബി ചോദിച്ചു, റസൂലേ, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്താണ് ആ ആയത്തിന്റെ ഉള്ളടക്കം? എന്തിനാ റസൂല് കരഞ്ഞത്? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാനും നിങ്ങളും മനസ്സിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു ചോദ്യം, നമ്മുടെ ആത്മാർത്ഥതയോട് ഇഖ്ലാസോട് കൂടെ എൻ്റെ മനസ്സാക്ഷിയോട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക. വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരായത്ത് ഓതിയിട്ട്, വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു വചനം ഉൾക്കൊണ്ടിട്ട് എൻ്റെ മനസ്സിൽ ബേജാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊലിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മനസ്സ് പടച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആയത്തിന്റെ പേര് പറയാൻ, അങ്ങനെ ഒരു സൂറത്തിന്റെ പേര് പറയാൻ എനിക്കോ നിങ്ങൾക്കോ സാധിച്ചിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിനെ എത്രത്തോളം നമ്മൾ ആ ഖുർആനുമായി അടുത്തിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. മഹാനായ പ്രവാചകൻ പോലും കരഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹീബായ ഏറ്റവും അടുത്ത സുഹൃത്തായ കളിക്കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണശയ്യയിൽ കിടക്കുമ്പോ പ്രവാചകൻ ആയിഷ ബീവിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, ആയിഷ, അബൂബക്കറിനെ വിളിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസങ്ങൾ നേരിട്ട് പള്ളിയിലേക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ റസൂൽ അവശനായി കിടക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പള്ളിയുടെ ഇമാമായി നിന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇശാ നിസ്കാരം നമസ്കരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുന്ന രംഗം ഹദീസുകളിൽ കാണാം. പ്രവാചകൻ പറഞ്ഞു, ഐന അബൂബക്കർ മുറു അബൂബക്കറ അൻ യുസല്ലി ബിന്നാസ്, ജനങ്ങൾക്ക് ഇമാം നിന്നുകൊണ്ട് നമസ്കരിക്കാൻ ആയിഷ അബൂബക്കറിനോട് പറയ് എന്ന് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇന്ന അബൂബക്കറ റജുലുൻ റഖീഖ് ഇദാ ഖറഅ ഗലബഹുൽ ബുകാ. റസൂലേ, അബൂബക്കറിന്റെ ഉപ്പയാണ്, അബൂബക്കറിന്റെ മകളാണ് ഞാൻ. പക്ഷേ അബൂബക്കർ എന്ന് പറയുന്ന സഹാബിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അദ്ദേഹം ഖുർആൻ ഓതിയാൽ ഇദാ ഖറഅൽ ഖുർആൻ ഗലബഹുൽ ബുകാ, അദ്ദേഹം എങ്ങാനും ഖുർആൻ ഓതിയാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് പൂർണ്ണമാക്കാൻ കഴിയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബിമാർ കരഞ്ഞു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിലെ ആയത്തുകൾ കേട്ടിട്ട് അദ്ദേഹം റസൂലിനെ കൊല്ലാൻ വേണ്ടി പോയ ഉമർ റളിയല്ലാഹു അൻഹു അർക്കം റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്ന് ആ വാതിൽ തട്ടി റസൂലിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുന്ന ഉമർ. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ആ സ്വഹാബത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ പ്രിയപ്പെട്ടവരെ വലുതാണ്. അതുകൊണ്ട് ആ ഖുർആൻ നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. ഏത് കാലഘട്ടത്തിലും, ഏത് സാഹചര്യത്തിലും, ഏത് സാമൂഹിക അവസ്ഥയിലും, ഏത് അന്തരീക്ഷത്തിലും പാരായണം ചെയ്യാൻ കഴിയുന്ന, ലോകത്തിന്ന് വരെ പകരം വെക്കാൻ പോലും കഴിയാതെ 114 സൂറത്തുകളിലെ 6236 വചനങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ കലാമുകളായിക്കൊണ്ട് ഈ ലോകത്ത് വാനിൽ ഉയർന്നു നിൽക്കുമ്പോ അള്ളാഹുവിന്റെ ആ ഖുർആനിന്റെ ആളുകളാണ് ഞങ്ങളെന്ന് പറയാൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വക്താക്കളാണ് ഞങ്ങളെന്ന് പറയാൻ
പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധിക്കണം ക്യാമ്പസുകളിലും സാമൂഹിക അന്തരീക്ഷങ്ങളിലും ചുറ്റുപാടിലും വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹികപരമായ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഖുർആനിന്റെ ആശയങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായിട്ട് നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.